തൻ്റെ പ്രിയതമയെ കാണാനായിട്ട് മുല്ലപ്പൂവൊക്കെ വാങ്ങി ഗിരി വരികയാണ്. മഞ്ജു ആണെങ്കിൽ ഗിരിയുടെ ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മുമ്പോട്ട് വരികയാണ്, ഫ്രണ്ടിലേക്ക് വരികയാണ്. വേഗം തന്നെ വാങ്ങിക്കൊണ്ട് വന്ന മുല്ലപ്പൂ മഞ്ജുവിനെ കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഭാനുമ്മയും സ്വപ്നയും കുഞ്ഞാറ്റയും കൂടി അങ്ങോട്ട് വരുന്നു. എന്നിട്ട് ചോദിക്കണം, മോനെ മോനെ എത്തിയോ? ഞാൻ മോനെ നോക്കിയിരിക്കുകയായിരുന്നു. എന്ന് മുതലാണ് വ്രതം നോറ്റ് കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വ്രതമെല്ലാം കഴിഞ്ഞില്ലേ, കളേശ്വരി വന്ന് തന്നെ പറഞ്ഞില്ലേ വ്രതം അവസാനിപ്പിച്ചോളാൻ പറഞ്ഞല്ലോ, ഇനി എന്ത് വ്രതമാണെന്ന് ചോദിക്കുമ്പോൾ മോൻ മറന്നോ, നമ്മൾ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇടാറില്ലേ, അച്ഛൻ്റെ കൂടെ മോനല്ലേ പണ്ട് പോയിക്കൊണ്ടിരുന്നത്, അത് ഒരു കൊല്ലം പോലും മോൻ മുടങ്ങിയിട്ടില്ലല്ലോ, അപ്പോൾ ഇന്ന് ഈ തവണയും നമുക്ക് പോകണ്ടേ, അതുപോലെ മോൻ എന്നാ ശബരിമലയ്ക്ക് പോയി മാലയിടുന്ന കാര്യമാണ് അമ്മ ചോദിച്ചതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഗിരിയുടെ മുഖം മാറിപ്പോവുകയാണ്. മഞ്ജുവും ആകെ ഞെട്ടുന്നുണ്ട്. അപ്പോഴേക്കും മഹിമയും വരികയാണ്. അത് കൊള്ളാം, ഇനി എന്ത് വ്രതം, ഇപ്പോൾ ഒരു കൊല്ലം പോയില്ലെങ്കിൽ ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് പറയുമ്പോൾ സ്വപ്ന പറയുന്നുണ്ട്, നീയാണോ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഭാനുമ്മ പറയുകയാണ്, സ്വപ്ന ഇനിയും മിണ്ടാതിരിക്കും, അത് അവൾക്ക് അറിവില്ലാതെ പറഞ്ഞതല്ലേ, ഗിരിക്ക് അറിയാലോ, ഗിരി അത് എടുത്തോളും, അവൻ എത്രയോ കൊല്ലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഒരു കൊല്ലം പോലും ഇതുവരെ മുടങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗിരിക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നു. ഗിരി പറയുക, ഞാൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ, നല്ല ക്ഷീണമുണ്ട്, ഞാൻ അതിന് റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ സാവകാശം ആലോചിക്കാം എന്ന് പറയുകയാണ്. മഹിമ ചെന്ന് ഗിരിയോട് പറയുകയാണ്, എന്ത് അമ്മയാണിത്, ഇപ്പോൾ തന്നെ ഇത്രയും കാലം എല്ലാവരും പറഞ്ഞ് പറ്റിച്ച് നിങ്ങളെ തമ്മിൽ അകറ്റി നിർത്തിയതേ ഉള്ളൂ വ്രതത്തിൻ്റെ പേരും പറഞ്ഞ്, ഇപ്പോൾ അടുത്ത തട്ടിപ്പും കൊണ്ട് വന്നിരിക്കുകയാണ്, വല്ലാത്തൊരമ്മ തന്നെ എന്നൊക്കെ പറയുമ്പോൾ ഗിരിക്കത് ഇഷ്ടപ്പെടുന്നില്ല. നീ അധികം സംസാരിക്കുന്ന മേഡം, നിനക്ക് വളരെയധികം കൂടുന്നുണ്ട്, നിനക്ക് നാക്കിനെ ഇല്ലില്ല എന്ന് വിചാരിച്ച് എന്തും പറയാമെന്ന് വിചാരിച്ചത്, എൻ്റെ അമ്മയെക്കുറിച്ചാണ് നീ പറയുന്നത്, ഇതിനെക്കുറിച്ച് നീ കൂടുതലൊന്നും അഭിപ്രായം പറയേണ്ട, എന്ത് വേണമെന്ന് എനിക്കറിയാം, ഞാൻ ആലോചിച്ച് തീരുമാനിച്ചോളാം എന്ന് പറയുകയാണ്. ശേഷം ഡൈനിങ് ടേബിളിൽ സ്വപ്നമായിരുന്നു ഫുഡ് കഴിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് നമ്മുടെ ഗിരിയും മഞ്ജുവും മഹിമയും കൂടി വരികയാണ്. അപ്പോൾ ഗിരിയോട് പറയുകയാണ്, ഇരുന്ന് കഴിക്കും മോനെ ഇഷ്ടമുള്ള വിഭവങ്ങളെല്ലാം ഉണ്ട്, നോൺ വെജ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇനി മാലയിട്ട് കഴിഞ്ഞാൽ ഇതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിന് ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ലല്ലോ, അതിലേക്ക് ഒന്നുകൂടി ആലോചിക്കണം തീരുമാനിക്കണം എന്ന് പറയുമ്പോൾ മോനതെന്താ ഇങ്ങനെ പറയുന്നത്, എത്രയോ കൊല്ലങ്ങളായിട്ട് മോൻ പോയിക്കൊണ്ടിരിക്കുന്നത്, അച്ഛൻ്റെ കൂടെ പോയതൊന്നും മോനെ ഓർക്കുന്നില്ലേ, അപ്പോൾ മോനങ്ങനെ എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ആലോചിക്കണം എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ആര് തന്നെയാണ് ഇതിൻ്റെ പിറകിലെങ്കിലും മോനതൊന്നുകൂടി ആലോചിക്കേണ്ട കാര്യമാണ്, പോകാതെ ഇരിക്കരുത്, മോൻ്റെ അച്ഛൻ്റെ ഓർമ്മകളിലൂടെ യാത്ര ചെയ്യാനുള്ളൊരു അവസരമാണെന്നൊക്കെ പറയുമ്പോൾ മഞ്ജുവിനെ നോക്കിയിട്ടാണ് പറഞ്ഞത്. മഞ്ജു പറഞ്ഞിട്ടാണ് ഇതിൽ സമ്മതിക്കാതെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മഞ്ജു പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ സ്വപ്നം പറയും, ഒന്നും അറിഞ്ഞില്ല പാവം, നിങ്ങളെല്ലാം ഇതങ്ങോട്ട് വിശ്വസിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ മഹിമ പറയുന്നുണ്ട്, എൻ്റെ ചേച്ചിക്ക് നിങ്ങൾ വിശ്വസിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചേച്ചിയുടെ ഇഷ്ടമാണത്, ചേച്ചി പറഞ്ഞാലും ഇല്ലെങ്കിലും ഗിരിയേട്ടന് ഇഷ്ടമുള്ളത് തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും രണ്ടും പറയുമ്പോൾ ഗിരിക്ക് ദേഷ്യപ്പെടിക്കണം, ഒന്നും നിർത്താമോ എല്ലാവരും, എൻ്റെ തീരുമാനമാണ്, ഞാനാണ് തീരുമാനിക്കേണ്ടത്, എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും, ഞാൻ ഇക്കാര്യത്തിലൊന്നും തീരുമാനിച്ചിട്ടില്ല, എനിക്ക് പോകാൻ തോന്നിയാൽ പോകും, പോകണ്ടെന്ന് തോന്നിയാൽ പോകില്ല, ഇതിൽ നിങ്ങളുടെ ആരുടെ അഭിപ്രായം ഞാൻ എടുക്കുന്നില്ല എന്ന് വളരെ കർശനമായിട്ട് തന്നെ പറയുകയാണ്. ഭാനുമ്മയും കുഞ്ഞാറ്റയും സ്വപ്നയും കൂടി ഗൂഢാലോചന നടത്തുകയാണ്. അപ്പോൾ ഇതെങ്ങനെ ഇത് പരിഹരിക്കാമെന്ന് ആലോചിക്കുമ്പോൾ സ്വപ്ന പറഞ്ഞു കൊടുക്കുകയാണ്, നടക്കണമെങ്കിൽ മഞ്ജുവിൻ്റെ അടുത്ത് തന്നെ സോപ്പിടണം, എന്നാലേ നടക്കുള്ളൂ, മഞ്ജു പറഞ്ഞാലും ഗിരിയേട്ടൻ സമ്മതിക്കുള്ളൂ, മലയ്ക്ക് പോകുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അമ്മ ബലം പിടിച്ചുകൊണ്ടിരിക്കാതെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ നോക്കുമെന്ന് പറയുകയാണ്. പിറ്റേ ദിവസം മഞ്ജു യാത്രയായി, അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ നേരത്ത് അമ്മ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ മോൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ, ഞാൻ ഇത്രയും ദേഷ്യത്തോടെ ഇന്നലെ സംസാരിച്ചു, അതിൻ്റെ കാരണം അവൻ്റെ അച്ഛൻ്റെ കൂടെ അവൻ എല്ലാ കൊല്ലം പോയിക്കൊണ്ടിരുന്നത്, ഈ കൊല്ലം മാത്രം പോകണില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി, അവന് അച്ഛൻ്റെ കൂടെയുള്ള നല്ല നിമിഷങ്ങൾ ഓർക്കാനുള്ള ഒരു അവസരം കൂടിയാണ്, അതുകൊണ്ട് തന്നെ മോൾ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം, മോൾ എനിക്ക് വേണ്ടി സംസാരിക്കാമെന്ന് പറയുമ്പോൾ അമ്മ എന്താ അങ്ങനെ പറഞ്ഞാൽ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് മഞ്ജു.